ഈ ഹൈക്കോടതിയുടെ ശീതീകരിച്ച മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ താങ്കൾ കാണുന്ന കേരളം ആ രീതിയിലായിരുന്നു ഈ ശ്രീ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞത്. താങ്കൾ ഈ അഭിപ്രായ അഭിപ്രായം താങ്കൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വർഗീയമായ പ്രശ്നങ്ങളിൽ ആരെങ്കിലും നിലപാടെടുക്കുകയാണെങ്കിൽ അവരെ സോഷ്യൽ മീഡിയ വഴി തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വർഗീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും സോഷ്യൽ മീഡിയ പേജുകളിലാണ്. ആളുകൾക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ തകർക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി തീരുമാനിച്ചാൽ അവരുടെ ആളുകളെ കൊണ്ട് പോസ്റ്റുകൾ ഇടുക, അത് ഷെയർ ചെയ്യുക, അനേകാര്യങ്ങളിലെത്തുക. ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരളത്തിൽ വർഗീയ കോമരങ്ങൾ അടക്കി വാഴുന്നു എന്ന് ചിന്തയുണ്ടാക്കുക, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇതിനെക്കുറിച്ച് എടുക്കുന്ന ഒരു നിലപാടും എന്തായിരിക്കും? ആദ്യം ശീതീകരിച്ച മുറിയെക്കുറിച്ച് പറയാം. ശരിയാണ്, ഹൈക്കോടതിയിലെ ഞാൻ ഇരുന്നത് ശീതീകരിച്ച കോടതി മുറിയും ചേംബറും ഒക്കെയാണ്. പിന്നെ ശ്രീ അൽഫോൺ കണ്ണന്താനം പറഞ്ഞ പോലെ അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കറിയാം, ഈ പറഞ്ഞ ഈ വീടിടിച്ചതൊക്കെ ചരിത്രമെല്ലാം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റേതായ റെസ്പെക്റ്റ് എനിക്ക് അദ്ദേഹത്തിനടുത്തുണ്ട് താനും. അതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞാൻ സമൂഹത്തിനെ മുഴുവൻ രക്ഷിക്കാൻ നടക്കുന്നു, അത് ശ്രീ കണ്ണന്താനം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ബാധ്യതയായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ്. എന്നെ ഈ സമൂഹമാണ് ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ സമൂഹത്തിനോടുള്ള എൻ്റെ ഒരു കടപ്പാടാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്ന്. അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അത് ഞാൻ നിർത്തത്തൊന്നുമില്ല, ഞാൻ നന്നാവാൻ തയ്യാറുമല്ല. ഓക്കെ, ഇനി അടുത്തത് ബാക്കി ചോദ്യം ഞാനങ്ങ് മറന്നുപോയി. ശ്രീ ശ്രീകണ്ഠൻ നായർ എന്താ ചോദിച്ചത് അവസാനം? അതായത് ഈ വർഗീയത കൂടുതൽ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഇന്ന് അതിശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അത് ഒളിഞ്ഞിരിക്കും, ചിലപ്പോൾ തെളിഞ്ഞിരിക്കും. മതി അത് പറയാം. വളരെ കഷ്ടമാണ്. കാരണം ഓരോ മനുഷ്യരും അവരെ എന്തെങ്കിലും ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്ന അവരുടെ അഭിപ്രായമായിരിക്കും. അത് അത്രത്തോളം വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കണം. അതിന് പകരം ഈ ഓരോ ആളുകളെ എൻഗേജ് ചെയ്തേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളെ തകർക്കാൻ. അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. കുറേ പേരുകൾ ഇതിനായിട്ടുള്ള തൊഴിലാളികളുണ്ട്, അവർ അങ്ങ് ഇറങ്ങുകയാണ് ഓരോ കാര്യത്തിനും. അത് വളരെ മോശമായൊരു പ്രവണതയാണ്. അത് വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. യഥാർത്ഥത്തിൽ അതിനൊക്കെ ഒരു ചെക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനെ കുറച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് അനിയന്ത്രിതമായിട്ട് ആർക്കും എന്തും പറയാം എന്നുള്ള ഒരു നിലയായിട്ട് മാറുകയാണ്. അങ്ങനെ പറയരുത്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയരുത്. അത് ഒരുപാട് പറയുന്നുണ്ട്, അത് സത്യവുമാണ്. അത് വളരെ ബുദ്ധിമുട്ട് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു സോഷ്യൽ മീഡിയ യുദ്ധമായിട്ട് ഇപ്പോൾ അങ്ങ് മാറിയേക്കാണിത്. കാര്യം പിന്നെ വേറെ കാര്യമുള്ളത്, ഇതുപോലെ ഈ വർഗീയ വിദ്വേഷമൊക്കെ പുലമ്പുന്ന ആളുകളെ അവരെ രണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരൊക്കെ അറിയട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തുമെങ്കിൽ നല്ലത്. അതേ ഉള്ളതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.